വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് അടുപ്പിലൊന്നും വെക്കാതെ എങ്ങനെ നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം അല്ലെങ്കിൽ അങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ചോപ്പറിൽ വെച്ച് ബീട്രൂട്ടൊക്കെ ചോപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതിയാവും. എന്നിട്ട് നമ്മൾ അതൊരു കുറച്ച് വലിയ ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. ഒരു ഡവറ പോലെയുള്ള എന്തിലേക്കെങ്കിലും മാറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തേങ്ങ ഒന്ന് ചതച്ചതാണ്, ഞാൻ തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടി ചതച്ചെടുത്തതാണ്. ഒരു ചെറുനാരങ്ങയുടെ പകുതി മതി കേട്ടോ. ഒരു 4-5 ചെറിയ ഉള്ളി, അതുപോലെ പച്ചമുളക്. ഇനി നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇതാണ്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ മതിയാവും. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആ തേങ്ങയും പച്ചമുളകും എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ലോണം ഫൈനായിട്ട് അടിക്കണം കേട്ടോ. അതിൻ്റെ കുറുമ്പോളൊന്നും അതിൽ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മളത് അങ്ങനെ അടിച്ചെടുത്ത ശേഷം അത് നമ്മൾ ഈ ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചില്ലേ ആ പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത ശേഷം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കണമായിരുന്നു, പക്ഷേ അത് ഞാൻ മറന്നുപോയി. അപ്പം നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പില്ലാഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മളിത് വേവിക്കുന്നൊന്നുമില്ല. ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. ആ പാലും കൂടെ ഒഴിച്ച ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ ഇതിങ്ങനെ വെക്കുക. അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് തമ്മിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഓണക്കാലത്ത് നല്ലൊരു വിഭവം തന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും.